നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺ ഡയമെൻഷണൽ മോഷൻ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിൽ 4 ടേമുകളെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ മോഷൻ. തുടർന്ന് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി എന്താണ്, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ വിട്ടുപോയ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത ലാസ്റ്റ് ടൈമിലേക്ക്, ആക്സലറേഷനിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പ് യൂണിഫോം വെലോസിറ്റി എന്നൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു ടൈമിനകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേർഡ് മീനിങ് ക്ലിയർ ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എപ്പോഴും യൂണിഫോം ആയിട്ടിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ എക്സാമ്പിളിനകത്തു തന്നെ അത് വളരെ ക്ലിയർ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു കാർ ഇനീഷ്യലി ഇവിടെ ഇരിക്കുകയായിരുന്നു, റെസ്റ്റിലിരിക്കുമായിരുന്നു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പം അത് 4 മീറ്റർ എത്തി. വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞപ്പം 8 മീറ്റർ എത്തി. വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞപ്പം 12 മീറ്റർ എത്തി. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും അത് 4 മീറ്റർ 4 മീറ്റർ 4 മീറ്റർ വെച്ചിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ അവിടെ എല്ലാം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ആദ്യമേ ഇവിടെ 4 മീറ്റർ 2 സെക്കൻഡ് കൊണ്ടെത്തി. ഇപ്പം ട്രാവൽ ചെയ്ത് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 4 മീറ്റർ പെർ 2 സെക്കൻഡാണ്. ശരിയാണല്ലോ. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, സെയിം തന്നെയാണ്. അടുത്ത 4 മീറ്ററിന് 8 മീറ്റർ പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് പോകുന്നുണ്ട്? 4 മീറ്റർ പോകുന്നുണ്ട്. സമയം എത്ര എടുത്തു? 2 സെക്കൻഡ് എടുത്തു. അപ്പോൾ വീണ്ടും നമുക്ക് എന്താണെന്ന് പറയാം, 4 മീറ്റർ പെർ 2 സെക്കൻഡ്സ്. ശരിയാണല്ലോ. അതും എത്ര തന്നെ കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. അപ്പം ഓരോ സമയത്തും നമ്മൾ വെലോസിറ്റി കൗണ്ട് ചെയ്യുമ്പം അതെപ്പോഴും സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയാണ്, യൂണിഫോം ആയിട്ടാണ് വെലോസിറ്റി വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ഈ യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എപ്പോഴും സെയിം ആയിരിക്കും. കാരണം യൂണിഫോം ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തെല്ലാം എപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി സെയിം ആയിരിക്കും. ഇത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം എപ്പോഴും നമ്മളൊരു 70 km/h തന്നെ നമ്മുടെ സ്പീഡോമീറ്ററിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് പറയാം ഇപ്പോൾ ഇതൊരു യൂണിഫോം വെലോസിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സമയത്തോ അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്കോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനോ മാറ്റം വരുന്നില്ല. അതെപ്പോഴും ആ 70 km/h. നിങ്ങൾ സ്പീഡ് അപ്പും ചെയ്യരുത്, സ്പീഡ് ഡൗണും ചെയ്യരുത്, സ്ലോയിങ് ഡൗണും ചെയ്യരുത്. ആ സമയത്ത് എപ്പോഴും ഉള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും എപ്പോഴും സെയിം ആയിരിക്കും. അതുപോലെ ആ സമയത്തുള്ള വെലോസിറ്റിയാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പർട്ടിക്കുലർ ടൈമിൽ വരുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ മുമ്പിലത്തെ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പോട്ടേക്ക് പോയാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ലെക്ചറിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ എന്നുള്ളത് പറയാനായിട്ടാണ്. ആക്സലറേഷനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ ഇനി ചിന്തിക്കേണ്ടത്, നമ്മൾ പറയുന്ന വണ്ടിയുടെ സ്പീഡിന് ചേഞ്ച് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വണ്ടിയുടെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. മുമ്പ് ഓർക്കുക, വെലോസിറ്റിയെ നമ്മൾ പറഞ്ഞത് എന്താണ്? ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിന് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓക്കെ, അതിന് വെലോസിറ്റി ഉണ്ടെന്ന് പറയും. ഇവിടെ പറയുന്നത് ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ടോ, അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ മുമ്പോട്ട് കയറി. അപ്പോൾ ഇനി മുതൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ ആലോചിക്കുമ്പം വ്യക്തമായിട്ട് മനസ്സിരുത്തി ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് കേട്ടതിന് ശേഷമേ ആലോചിക്കാൻ തുടങ്ങുള്ളൂ. കാരണം നമ്മൾ പല പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പല കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവാൻ, മാറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിരുത്തി ആലോചിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കേൾക്കുമ്പം വളരെ സിമ്പിളാണെന്ന് തോന്നും. ഒരുപക്ഷെ ലെക്ചർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചോടിച്ചിട്ട് കാണാം എന്നൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് കൃത്യമായിട്ടിരുന്ന് കേൾക്കണം. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഒത്തിരി പ്രാവശ്യം ഓർക്കണം. ഞാൻ പറയുന്ന ലെക്ചറുകൾ ചുമ്മാ കേട്ടുപോയാൽ മാത്രം പോരാ, ഇരുന്ന് ആലോചിക്കണം. ഞാൻ മുമ്പ് മോഷനെക്കുറിച്ച് പറഞ്ഞ ആ ലെക്ചറിലൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാനുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് സർഫസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, വളരെ സിമ്പിളാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നാം. പക്ഷേ ആ തോന്നൽ ശരിയാണെന്നുള്ളത് കുറേ കൂടെ കഴിയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അവിടെ നിൽക്കട്ടെ. ആക്സലറേഷൻ എന്ന് പറയുമ്പം നമ്മൾ പറയുന്നത് എന്താണ്? ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. അപ്പോൾ ആക്സലറേഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും തൊട്ട് മുമ്പിലത്തെ വെലോസിറ്റിയെക്കുറിച്ച് ഓർക്കുക. വെലോസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പിലത്തെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് ഓർക്കുക. അപ്പോൾ ഇതൊരു 3 സ്റ്റെപ്പായിട്ട് വേണം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റാൻ. ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നു, 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് മാറും, അത് തരുന്നത് വെലോസിറ്റിയാണ്. ഇനി ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ, അത് തരുന്നത് ആക്സലറേഷനാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം.
ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഒരു ആസ്പെക്റ്റിൽ സെയിം ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് തൽക്കാലം സ്പീഡെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ഓർത്ത് നിങ്ങളത് ആലോചിച്ചോളുക. കാരണം തെറ്റില്ല, കാരണം ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആയതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? വണ്ടി എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഇനി വണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പോസിറ്റീവും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി നെഗറ്റീവും ആയിരിക്കുന്നേ ഉള്ളൂ. ആ നെഗറ്റീവിനെ തൽക്കാലം നമ്മളൊന്ന് കണ്ടില്ലെന്ന് വെച്ചാൽ രണ്ടും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഓർക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞത് മിസ്ലീഡ് ചെയ്യരുത്, പക്ഷേ അങ്ങനെ ഓർക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് ആലോചിക്കാം, എന്താണ് ആക്സിലറേഷൻ? ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമുണ്ടോ? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മളൊരു കാറിൽ ട്രാവൽ ചെയ്യുകയാണ്. കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡോമീറ്ററിൻ്റെ റീഡിങ് 60 km/h കാണിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? 60 km/h. അതായത് 1 മണിക്കൂർ ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, 60 km അപ്പുറം ചെല്ലും. ഇനി നിങ്ങളത് കോൺസ്റ്റൻ്റ് ആക്കിയാൽ നമ്മൾ മുമ്പ് പറഞ്ഞ യൂണിഫോം വെലോസിറ്റിയിൽ വെച്ചിരിക്കുകയാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം, ആ യൂണിഫോം വെലോസിറ്റിയിൽ എപ്പോഴും 60 km/h തന്നെ നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പീഡും വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എല്ലാം ഈ 60 km/h തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് എന്ന് പറഞ്ഞ സമയം മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വെലോസിറ്റിക്ക് മാറ്റമുണ്ടോ? നമ്മുടെ വെലോസിറ്റിക്ക് മാറ്റമില്ല. സമയം കഴിയുന്നുണ്ട്. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ്, 10 സെക്കൻഡ് എന്ന് പറഞ്ഞ സമയം കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്പീഡോമീറ്ററിലെ റീഡിങ് 60 km/h തന്നെയാണ് കാണിക്കുന്നത്. ഇനി ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ, ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച്, ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച്. ഇവിടെ ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് വല്ല ചേഞ്ച് ഉണ്ടോ? വെലോസിറ്റി എപ്പോഴും 60 km/h അല്ലേ? അതെ. അപ്പോൾ ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പം ആക്സിലറേഷൻ എത്രയാണ്? 0 m/s². 0 m/s². ഓർക്കുക, വണ്ടി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. അപ്പം എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കാറിൽ കയറി 130 km/h മൂവ് ചെയ്യുമോ? ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമോ? 130 km/h. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. 130 km/h കാറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, പക്ഷേ എപ്പോഴും 130 തന്നെ കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മൂവ് ചെയ്യുന്ന എത്ര ഹ്യൂജ് സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ടൈമിനനുസരിച്ച് ഈ 130ക്ക് മാറ്റമുണ്ടോ? വെലോസിറ്റിക്ക് മാറ്റമുണ്ടോ? ടൈം മാറുന്നതിനനുസരിച്ച് ഇല്ല. വെലോസിറ്റി സ്റ്റിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുക. ദെൻ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. അവിടെ എല്ലാം ആക്സിലറേഷൻ 0 ആയിരിക്കും. ശരിയാണല്ലോ? ഇനി മറ്റൊരു കേസ്, നമ്മൾ കാറിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, കാർ റെസ്റ്റിലിരിക്കുകയാണ്. എക്സാമ്പിളുകളെല്ലാം ശ്രദ്ധിക്കണം. നമ്മൾ കാറിൽ കയറി റെസ്റ്റ് ആയിട്ടിരിക്കുക, വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയില്ല. ഈ സമയത്തൊന്ന് ആലോചിച്ച് നോക്കി, ടൈമിനനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. നമ്മൾ വണ്ടിയെ തന്നെ ഇരിപ്പുണ്ട്, വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട്, വണ്ടി മൂവ് ചെയ്യുന്നില്ല, വണ്ടി റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടൈമിനനുസരിച്ച് വണ്ടിക്ക് അല്ലെങ്കിൽ കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? സ്പീഡോമീറ്റർ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞ് കാണിക്കും. സോ ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റമില്ലെങ്കിൽ അന്നേരത്തെ വെലോസിറ്റി 0. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴും എത്ര തന്നെയാണ്? വെലോസിറ്റി 0 എന്ന് പറഞ്ഞ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആക്സിലറേഷൻ എത്രയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. വെലോസിറ്റി 0 തന്നെയല്ലേ എപ്പോഴും? അതെ. അപ്പം വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ 0. അപ്പോൾ ആക്സിലറേഷൻ 0 2 തവണ നിങ്ങൾക്ക് ആക്സിലറേഷൻ 0 കിട്ടാം. ഏതൊക്കെ കേസിലാണ്? വണ്ടി നമ്മുടെ കാർ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം കഴിയുന്നതിനനുസരിച്ച് എപ്പോഴും വെലോസിറ്റി 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ദെൻ ആക്സിലറേഷൻ 0. അപ്പം ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയും 0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇനി ഒരു ബോഡി, ഒരു കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് യൂണിഫോം വെലോസിറ്റി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഹ്യൂജ് വെലോസിറ്റി ആയിരിക്കാം. ചിലപ്പോൾ ഒരു 500 km/h ഹ്യൂജ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മാറുന്നില്ല, 500 km/h തന്നെ നിൽക്കുകയാണ്. യൂണിഫോം വെലോസിറ്റിയാണ്, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിലും ആക്സിലറേഷൻ എത്രയാണ്? 0 ആണ്. അപ്പം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്. കിട്ടിയോ? ഇനി ആക്സിലറേഷൻ ഉള്ള കുറച്ച് ഇൻസിഡൻറ്റുകൾ നോക്കി. ഒരു ബൈക്കിൽ കയറി ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ചൊക്കെ പിടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടോ അതിന് പറയുന്ന പേര് തന്നെ ആക്സിലറേറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. പെട്ടെന്ന് നമ്മൾ സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് അങ്ങ് കുതിച്ചങ്ങ് പോകത്തില്ലേ? നമ്മൾ പെട്ടെന്ന് ബാക്കിലോട്ട് ആഞ്ഞ് നമ്മൾ പെട്ടെന്ന് കുതിച്ചങ്ങ് പോകത്തില്ലേ? അപ്പോൾ എന്നെ സംഭവിക്കും? നിങ്ങൾ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോൾ അറിയാം, ഇത് 0-ൽ കിടന്ന സാധനം 10, 20, 30, 40, 50, 60, 70, 80 എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്പീഡോമീറ്റർ മുമ്പോട്ട് കയറിക്കൊണ്ടിരിക്കുക.
ശരിയാണല്ലോ. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ നോക്കി, ആദ്യമേ വണ്ടി റെസ്റ്റിലിരുന്നപ്പോൾ സ്പീഡോമീറ്റർ എത്രയായിരുന്നു? 0 km/h ആയിരുന്നു. പെട്ടെന്ന് തന്നെ 1 സെക്കൻഡ് കഴിയുമ്പോൾ 10 ആയി, പിന്നെ 20 ആയി, 30 ആയി, 40 ആയി. എന്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്? അതിൻ്റെ സ്പീഡോമീറ്റർ സ്പീഡ് മാറിക്കൊണ്ടിരിക്കുക, അല്ല വെലോസിറ്റി അത് മാറിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അത് മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ആദ്യമേ 0 ആയിരുന്നു, 10, 20, 30, 40 എന്ന് പറഞ്ഞാൽ എന്ത് മാറുക? ബൈക്ക് മാറുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ബൈക്കിൻ്റെ സ്പീഡ്, ബൈക്കിൻ്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. എന്തുകൊണ്ട്? അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അപ്പം വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. വളരെ സ്പീഡിൽ വെലോസിറ്റി മാറുകയാണെങ്കിലാണ് നമുക്കൊരു പരിധിവരെ ഇനേർഷ്യ ഉണ്ടാകുന്നത്. നമ്മൾ ബസ്സിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ബസ് നമ്മൾ നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനേർഷ്യയൊക്കെ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് പറയേണ്ടതാണ്. എന്നാൽ പോലും നമ്മൾ ബസ്സിൽ നിൽക്കുകയാണ്, ബസ് റെസ്റ്റിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ബസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് ബാക്കിലോട്ട് നാഞ്ഞു പോകും. അത് തന്നെയാണ് നമ്മൾ ബൈക്കിലിരിക്കുമ്പം, കാറിലിരിക്കുമ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് അങ്ങ് ആക്സിലറേറ്റ് ചെയ്ത് പെട്ടെന്ന് കാറങ്ങ് എടുക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ബാക്കിലോട്ട് നാഞ്ഞു പോകും. ശരിയാണല്ലോ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇനേർഷ്യ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബസ്സിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. നമ്മൾ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. നമ്മൾ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് ബസ് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേനും നമ്മുടെ കാല് ബസ്സിൻ്റെ താഴെ ആയതുകൊണ്ട് ബസ്സിനോടൊപ്പം നമ്മുടെ കാല് പെട്ടെന്ന് മൂവ് ചെയ്യുകയും നമ്മുടെ ബോഡിക്ക് പഴയ അവസ്ഥയിൽ തന്നെ ഇരിക്കാനായിട്ടാണ് താല്പര്യം. ഇപ്പോൾ പഴയ അവസ്ഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാല് മുമ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറകോട്ടേക്കൊന്ന് ആഞ്ഞു പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഈ ഇനേർഷ്യ എപ്പോഴും ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഉള്ളപ്പോഴാണ്. ശ്രദ്ധിച്ചോണം. വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദ്യമേ റെസ്റ്റിലായിരുന്നു വണ്ടി, പെട്ടെന്ന് സ്പീഡ് പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂടുക, അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പെട്ടെന്ന് കൂടുമോ? കണ്ടോ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കൂടുമ്പോൾ അതിനെന്ത് സംഭവിക്കും? ആക്സിലറേഷൻ ഉണ്ട്. വെലോസിറ്റിയുടെ ചേഞ്ച്, അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനേർഷ്യ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു കാർ മൂവ് ചെയ്യുക, ഒരു 50 km/h നമ്മൾ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ നോക്കുമ്പോൾ പറയാം 50 km/h. ഓക്കെ, നോ പ്രോബ്ലം. 50 km/h 50 km/h നമ്മൾ എപ്പോൾ നോക്കിയാലും 50 km/h നമ്മൾ വളരെ യൂണിഫോം ആയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാർ മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണ്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. എത്രയാണ്? 50 km/h തന്നെയാണ് എപ്പോഴും പോകുന്നത്. വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്, ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ 0 ആണ്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഈ ഡ്രൈവർ 50 km/h പൊക്കോണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് അങ്ങ് സ്പീഡ് കൂട്ടി, ഒരു 70, 80, 90 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൂട്ടി. അങ്ങനെ പെട്ടെന്ന് കൂട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഈ ഇനേർഷ്യ വരാം. അപ്പോഴും എന്ത് സംഭവിച്ചു? 50 km/h ഇരുന്ന വണ്ടി പെട്ടെന്ന് 70, 80, 90, 100 എന്ന് പറഞ്ഞ് കൂടിക്കൊണ്ടിരുന്നപ്പം അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നു. വെലോസിറ്റിയുടെ ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആക്സിലറേറ്റഡ് മോഷനുകൾക്ക് നമുക്ക് പെട്ടെന്ന് ഇനേർഷ്യ ഫീൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന, സ്പീഡിന് ചേഞ്ച് വരുത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ആക്സിലറേറ്റർ എന്ന് വണ്ടിയിൽ വിളിക്കുന്നത്. അതിൻ്റെ റീസൺ ഇതാണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറച്ചാലും, ഒരു 80 km/h പോകുന്ന വണ്ടി പെട്ടെന്ന് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഓക്കെ, അത് 80 ഇരുന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് 70, 60, 50, 40, 10 നമ്മൾ പെട്ടെന്ന് കുറഞ്ഞു വരിക. അപ്പോഴും എന്ത് സംഭവിക്കുക? വെലോസിറ്റിക്ക് ചേഞ്ച് വരിക, വെലോസിറ്റി കുറയുക. കൂടണമെന്ന് തന്നെ ഇല്ല കേട്ടോ, വെലോസിറ്റി കുറയുക. വെലോസിറ്റി കുറയുമ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. സോ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം ഇതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്പീഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് പെർ യൂണിറ്റ് ടൈം. അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആക്സിലറേഷൻ 0 ആവുന്ന 2 കണ്ടീഷനുണ്ട്. ബോഡി റെസ്റ്റിലാണെങ്കിൽ വെലോസിറ്റിയും 0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. അടുത്ത ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഒരു കാർ കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു 0 m/s എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി 0 m/s ആണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി 1 m/s ആയി. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി 2 m/s ആയി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കാറിൻ്റെ വെലോസിറ്റി 1 m/s വെച്ച് കൂടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വെലോസിറ്റി കൂടുന്നുണ്ട്, വെലോസിറ്റിക്ക് മാറ്റമുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് വെലോസിറ്റി കൂടുന്നത്? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കൃത്യമായിട്ട് 1 m/s വെച്ചാണ് കൂടുന്നത്. അപ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എങ്ങനെയാണ് കൂടുന്നത്? കറക്റ്റ് 1 വെച്ചിട്ടാണ് കൂടുന്നത്. 1 m/s² വെച്ചിട്ടാണ് കൂടുന്നത്.
അതുകൊണ്ട് അവിടെ നമുക്ക് അതിനെ വിളിക്കാം. കൃത്യമായിട്ട് എപ്പോഴും ആക്സിലറേഷൻ ഒരേ ക്വാണ്ടിറ്റി തന്നെ കിട്ടുന്നത് കൊണ്ട് അതിനെ നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം യൂണിഫോം ആക്സിലറേഷൻ ഉള്ള വണ്ടിക്ക് യൂണിഫോം വെലോസിറ്റി ആയിരിക്കത്തില്ല. കാരണം എന്നാ, വെലോസിറ്റി കൂടുന്നുണ്ടല്ലോ. ഇവിടെ 0 മീറ്റർ/സെക്കൻഡ് ആയിരുന്നു, 1 മീറ്റർ/സെക്കൻഡ് ആയി, 2 മീറ്റർ/സെക്കൻഡ് ആയി. വെലോസിറ്റി കൂടുന്നുണ്ട്. വെലോസിറ്റി കൂടുമ്പോൾ അതിനെ നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്ന് വിളിക്കില്ല. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം. അപ്പം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ. ശരിയാണല്ലോ? അപ്പം വെലോസിറ്റിക്ക് മാറ്റമുണ്ടെങ്കിലേ ആക്സിലറേഷൻ ഉള്ളൂ എന്നുള്ള കാര്യവും ഓർക്കണം. ക്ലിയർ ആണല്ലോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ചൊക്കെ മനസ്സിരുത്തി കണ്ണടച്ചിരുന്ന് ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈൻ ഉണ്ട്. ആ സൈൻ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ടിരിക്കണം. ആ സൈനും കൂടെ പറഞ്ഞ് 1-2 ഗ്രാഫും കൂടെ കാണിച്ച് ഞാൻ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തോളാം. അപ്പം ഞാൻ ഒരു ലെങ്തി ആയിട്ട് ഞാനിത് പറഞ്ഞു പോകുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ആലോചിക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇനി നമുക്കതിൻ്റെ സൈൻ നോക്കാം. സൈനെക്കുറിച്ച് പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ, 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അങ്ങനെ കാണാതെ പഠിക്കരുത്. നമുക്ക് കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത് ഇതാണ്: if the sign of the velocity and the sign of the acceleration is same, the object speeds up. അതായത് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് സ്പീഡ് കൂടുകയാണെങ്കിൽ അത് ഏത് ഡിറക്ഷൻ ആയിക്കോട്ടെ, പോസിറ്റീവ് ഡിറക്ഷനിൽ പോകുന്നതായിക്കോട്ടെ, നെഗറ്റീവ് ഡിറക്ഷനിൽ വരുന്നതായിക്കോട്ടെ, നമ്മൾ മുമ്പ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ കാറ് ഫോർവേഡ് ഡിറക്ഷനിൽ പോകുന്നതായിക്കോട്ടെ, ബാക്ക്വേർഡ് ഡിറക്ഷനിൽ പോകുന്നതായിക്കോട്ടെ, ഏതാണെങ്കിലും കുഴപ്പമില്ല. വണ്ടി അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സ്പീഡപ്പ് ചെയ്യുവാണെങ്കിൽ, ഒബ്ജക്റ്റിന് സ്പീഡ് കൂടുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഓർത്തോണം വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും സൈൻ സെയിം ആയിരിക്കും. ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നിങ്ങൾ ആദ്യം ഓർത്തോ, ഇതാണ് എൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഞാൻ റെഫറൻസ് പോയിൻ്റ് എടുക്കുക. അതിൻ്റെ മുമ്പോട്ടുള്ളത് ഫോർവേഡ് ഡിറക്ഷൻ, ബാക്കിലോട്ടുള്ളത് നെഗറ്റീവ് ഡിറക്ഷൻ, മുമ്പോട്ടുള്ള പോസിറ്റീവ് ഡിറക്ഷൻ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഇതാ ഒറിജിൻ. ഓക്കെ, റെഫറൻസ് പോയിന്റ് ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ ആദ്യ ലെക്ചറിൽ പറഞ്ഞ റെഫറൻസ് പോയിന്റ് ഇതാണ്. മുമ്പോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിറക്ഷൻ, തിരിച്ചിങ്ങോട്ട് വന്ന് എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡിറക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു തന്നെ വണ്ടി ഒരു ഒബ്ജക്റ്റ് പോകുന്നത് വെലോസിറ്റിയും ആക്സിലറേഷനും സെയിം ആണെങ്കിൽ, സൈൻ സെയിം ആണെങ്കിൽ വണ്ടി സ്പീഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും വണ്ടി സ്പീഡ് ചെയ്യുന്ന ആലോചിക്കാം. ഇവിടെ നിൽക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂടുക. ഓക്കെ, വണ്ടി അങ്ങോട്ട് സ്പീഡ് കൂടി അങ്ങോട്ട് വരും. അപ്പോൾ വണ്ടി ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? പോസിറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്, നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ശരിയാണല്ലോ? വണ്ടി നിങ്ങളുടെ അടുത്തോട്ടാണ്, കാർ നിങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് വരുന്നത്. അവിടെ കാറിന് സ്പീഡ് കൂടുവാണ്. സ്പീഡ് അപ്പോൾ ആദ്യമേ 0 ആയിരുന്നു, പെട്ടെന്ന് 10, 20, 30, 40, 50, 60 അങ്ങനെ അത്രയും km/h ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തങ്ങ് വരുമോ. അപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക. സ്പീഡ് കൂടുമ്പം വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? വെലോസിറ്റി പോസിറ്റീവാണ്. കാരണം പോസിറ്റീവ് ഡയറക്ഷനിലാണല്ലോ ഇത് മൂവ് ചെയ്യുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യുന്നത് കൊണ്ട് വെലോസിറ്റി പോസിറ്റീവാണ്. ആക്സിലറേഷൻ എങ്ങനെയാണ്? ആക്സിലറേഷൻ ആദ്യമേ 0 അല്ലായിരുന്നോ, പെട്ടെന്ന് 10, 30, 40, 50 അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ആദ്യമേ 0 ആയിരുന്നു, പിന്നെ അത് 50 ഒക്കെ ആയി. അപ്പോൾ എങ്ങനെ നമ്മൾ ആക്സിലറേഷൻ കൗണ്ട് ചെയ്യുന്നത്? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 50 km/h. ഇനീഷ്യൽ എത്രയായിരുന്നു? 0. അപ്പോൾ 50 - 0 ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം, അത് നിങ്ങൾക്ക് പോസിറ്റീവ് വരും. അപ്പോൾ നോക്കിയേ, ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു വെഹിക്കിൾ വരുമ്പം, ഒരു കാർ വരുമ്പം അതിൻ്റെ സ്പീഡ് കൂടുവാണെങ്കിൽ വെലോസിറ്റിയും പോസിറ്റീവ് ആയിരിക്കും, ആക്സിലറേഷനും പോസിറ്റീവ് ആയിരിക്കും. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തത് ശ്രദ്ധിക്കണം. ഈ റെഫറൻസ് പോയിന്റിൽ നിന്ന് കാർ ഇങ്ങോട്ട് വരുമോ, നെഗറ്റീവ് ഡയറക്ഷനിൽ വരുമോ? നെഗറ്റീവ് ഡയറക്ഷനിൽ വരുമ്പം അതിൻ്റെ വെലോസിറ്റി പെട്ടെന്ന് കൂടുവന്നിരിക്കട്ടെ. ഇപ്പോൾ വെലോസിറ്റി ഇത് ഇവിടെ ഇരിക്കുമായിരുന്നു, ഇങ്ങോട്ടേക്ക് വരും വെലോസിറ്റി കൂടാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. വെലോസിറ്റി നെഗറ്റീവ് ഡയറക്ഷനാണ് കാർ പോകുന്നതെങ്കിൽ വെലോസിറ്റി നമ്മൾ പറയുമ്പോൾ നെഗറ്റീവ് സൈൻ ചേർത്താണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വെലോസിറ്റി എങ്ങനെ കൂടുന്നത്? -10, -20, -30, -40, -50 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടി വരുമോ. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി സ്പീഡ് കൂടുക തന്നെയാണ്. പക്ഷേ നേരത്തെ കാർ അങ്ങോട്ട് വന്നു, ഇപ്രാവശ്യം കാർ തിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ സ്പീഡാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഈ ഡിറക്ഷൻ ഒന്നും നോക്കണ്ട. പക്ഷേ വെലോസിറ്റിയാണ് പറയുന്നത്, നമ്മൾ ഈ ഡിറക്ഷൻ നോക്കേണ്ടതുകൊണ്ട് വണ്ടി നേരെ ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് വിളിക്കണമെന്ന് ഞാൻ മുമ്പത്തെ ലെക്ചറിൽ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കാറ് വരുന്നത് ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ടാണ് വരുന്നതെങ്കിൽ, നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? നെഗറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കത്തുള്ളൂ. സോ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി കാർ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്തെന്ന് നോക്കിയേ. അതിൻ്റെ വെലോസിറ്റി എങ്ങനെ കൂടുന്നത്? -10, -20, -30, -50 എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഫൈനൽ വെലോസിറ്റി എത്രയാണ്? -50 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 0. -50 - 0 ഡിവൈഡ് ബൈ അതിനെടുത്ത സമയം. അപ്പോൾ ആക്സിലറേഷൻ എന്ത് തന്നെയാണ് കിട്ടുന്നത്? ആക്സിലറേഷനും നെഗറ്റീവ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഓർക്കുക എൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാർ മൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിറക്ഷനിലാണെങ്കിൽ, അതിന് സ്പീഡ് കൂടുകയാണെങ്കിൽ വെലോസിറ്റിയും പോസിറ്റീവ്, ആക്സിലറേഷനും പോസിറ്റീവ്. അടുത്തത്,
കാർ മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, നേരെ തിരിച്ച് ബാക്ക്വേർഡ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അന്നേരം സ്പീഡ് കൂടുകയാണെങ്കിൽ വെലോസിറ്റിയും നെഗറ്റീവ്, ആക്സലറേഷനും നെഗറ്റീവ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ, ഇനി ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, റെക്കോർഡഡ് ലെക്ചർ ആയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒരു 5 മിനിറ്റ് പുറകോട്ട് എടുത്ത് ഒന്നുകൂടെ കണ്ടു നോക്കുക, പലതവണ കാണുക. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ? ഇഫ് ദ സൈൻ ഓഫ് ദി വെലോസിറ്റി ആൻഡ് സൈൻ ഓഫ് ദി ആക്സലറേഷൻ ആർ ഡിഫറൻറ്റ്. അപ്പം വെലോസിറ്റിയുടെയും ആക്സലറേഷൻ്റെയും സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ ദ ഒബ്ജക്റ്റ് സ്ലോസ് ഡൗൺ. അങ്ങനെയാണ് ഒബ്ജക്റ്റ് സ്ലോ ചെയ്യുകയായിരിക്കും. അതായത് വെലോസിറ്റി പോസിറ്റീവും ആക്സലറേഷൻ നെഗറ്റീവോ, അല്ല ആക്സലറേഷൻ പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമായിരിക്കും. വണ്ടി നിർത്താൻ പോവുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം വണ്ടി എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം. നോക്കിക്കോ, ഇതെൻ്റെ റെഫറൻസ് പോയിന്റ്. മുമ്പോട്ട് വന്നാൽ പോസിറ്റീവ്, പുറകോട്ട് വന്നാൽ നെഗറ്റീവ്. മുമ്പോട്ട് വരുന്ന വണ്ടി നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു 70 km/h പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓർക്ക് ഇമാജിൻ ചെയ്യുക, നമ്മൾ കാർ മൂവ് ചെയ്യാണ്, നമ്മൾ കാറിനകത്തിരിക്കുകയാണ്, 70 km/h മൂവ് ചെയ്യാണ്. പക്ഷേ മുമ്പോട്ടാണ് വരുന്നത്, ഫോർവേഡ് ഡയറക്ഷനാണ് വരുന്നത്. ആ 70 km നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും അത് പെട്ടെന്ന് 50, 30, 20, 10 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് നിന്നു. ശരിയാണല്ലോ? അപ്പോൾ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത്? ഫോർവേഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷേ വെലോസിറ്റിക്ക് എന്നാ സംഭവിച്ചെന്ന് നോക്കിയേ. വെലോസിറ്റി ആദ്യമേ 70 ആയിരുന്നു, പെട്ടെന്ന് അത് വെലോസിറ്റി വന്നിട്ട് 0 വന്ന് നിന്നു. അപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ ഇത് നമുക്ക് എങ്ങനെ പറയണം? ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ്? 50 ആയിരുന്നു, 70 ആയിരുന്നു നിന്നത്, പക്ഷെ അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞ് 50, 40, 30, 20 എന്ന് വന്നു. അപ്പോഴും വെലോസിറ്റി നിൽക്കുന്ന എങ്ങനെയാണ്? മുമ്പോട്ട് തന്നെ വണ്ടി മൂവ് ചെയ്തതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവാണ്. പക്ഷേ ആക്സിലറേഷൻ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ആക്സിലറേഷൻ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ആദ്യമേ വെലോസിറ്റി എത്രയായിരുന്നു? 70 ആയിരുന്നു. അവസാനം വന്ന് വണ്ടി നിന്നപ്പോൾ എത്രയായിരുന്നു? 0 നിന്ന്. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 70. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് കിട്ടും. അപ്പോൾ ഓർക്കുക, വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിൽക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ കിട്ടിയത് നെഗറ്റീവാണ്. പക്ഷേ വണ്ടി മൂവ് ചെയ്തത് ഫോർവേഡ് ഡയറക്ഷനിലായതുകൊണ്ട്, പോസിറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് വെലോസിറ്റി പോസിറ്റീവാണ്. അപ്പോൾ ആ കേസിൽ വെലോസിറ്റി പോസിറ്റീവാണ്, ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇനി രണ്ടാമത്തെ കേസ്, കാർ മൂവ് ചെയ്യുന്നത് തിരിച്ചിങ്ങോട്ടാണെങ്കിൽ, അതായത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് കാർ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം കാർ മൂവ് ചെയ്യുന്ന ഒരു -70 km തിരിച്ച് ബാക്ക്വേർഡ് ആയതുകൊണ്ട് നമ്മളിനി അതിൻ്റെ വെലോസിറ്റി പറയുമ്പോൾ നെഗറ്റീവ് പറയണമല്ലോ. അപ്പം -70 km/h നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് അത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും? 70 നിന്ന സാധനം പെട്ടെന്ന് തന്നെ -60, -50, -40, -30, -20, -10, 0 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്ന് നിന്നു. ശരിയാണല്ലോ? ഇങ്ങോട്ട് വരുന്ന സാധനം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിക്ക് എന്താ സംഭവിച്ചേ? വന്ന് വെലോസിറ്റി 0 ആയിപ്പോയി. ശരിയാണല്ലോ? അപ്പം അവിടെ സംഭവിച്ചത് എന്നാ? -70 നിന്ന സാധനം അത് കുറഞ്ഞ് വന്ന് പെട്ടെന്ന് 0 ആയി നിന്നു. ശരിയാണല്ലോ? അവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണെന്ന് നോക്കിയേ. ഫൈനൽ വെലോസിറ്റി എത്ര? 0 വന്ന് നിന്നു. ഇനീഷ്യൽ എത്രയായിരുന്നു? 70 ആയിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? ഫൈനൽ വെലോസിറ്റി 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി -70 ആയിരുന്നു. അപ്പം 0 മൈനസ് -70 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് പ്ലസ് വരും. അതുകൊണ്ട് ആ കേസിലെ ആക്സിലറേഷൻ പോസിറ്റീവും വെലോസിറ്റി ഇത് നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് വെലോസിറ്റി നെഗറ്റീവും ആയിരിക്കും. ആക്സിലറേഷൻ പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് കേസ്. അപ്പം ഈ രണ്ട് കേസിലും വെഹിക്കിൾ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. പക്ഷെ ആ രണ്ട് കേസിലും നോക്കിയേ, ഫസ്റ്റ് കേസിൽ ഫോർവേഡ് ഡയറക്ഷനിൽ വരുമ്പം വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ വരുമ്പം നേരെ തിരിച്ച്, വെലോസിറ്റി നെഗറ്റീവ്, ആക്സിലറേഷൻ പോസിറ്റീവ്. അപ്പം ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് കാറ് സ്ലോ ഡൗൺ ചെയ്യുകയായിരിക്കുന്നുള്ള. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാനിപ്പോൾ ഇത്രയേറെ എക്സാമ്പിളുകൾ പറയുമ്പോൾ എനിക്കറിയാം ഒരു കൺഫ്യൂഷൻ ഇവിടെ വരും. പക്ഷേ നിങ്ങളത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു പേപ്പറും പേനായി എടുത്ത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, അത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അങ്ങനെ എഴുതി തന്നെ കണ്ടുപിടിക്കുക. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് നമ്മൾ, ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈമിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എഴുതുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അങ്ങനെ എഴുതി തന്നെ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം മനസ്സിലാവും. ഒരിക്കൽ കൂടി ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളൊന്ന് ചുമ്മാ ഓർത്താൽ, കാറ് സ്പീഡപ്പ് ചെയ്യുകയാണ്, ഒരു വണ്ടി പെട്ടെന്ന് സ്പീഡ് കൂടുകയാണെങ്കിൽ ആ കേസിൽ ആക്സിലറേഷനും വെലോസിറ്റിക്കും ഒരേ സൈൻ ആയിരിക്കും. ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. ഇനി കാറ് സ്ലോ ചെയ്യുകയാണെങ്കിൽ, വണ്ടി സ്ലോ ചെയ്യുകയാണെങ്കിൽ, ഒബ്ജക്റ്റ് വരുന്നത് സ്ലോ ചെയ്യുകയാണ്, വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണെങ്കിൽ ആ കേസിൽ നിങ്ങൾ ഫോർവേഡ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി പോസിറ്റീവും ആക്സിലറേഷൻ നെഗറ്റീവും, ബാക്ക്വേർഡ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി നെഗറ്റീവും ആക്സിലറേഷൻ പോസിറ്റീവും. ഒന്ന് നെഗറ്റീവും മറ്റേത് പോസിറ്റീവും ആയിരിക്കും. ഇക്കാര്യം ഓർക്കുക.
ഇത് മനസ്സിലാകുന്ന മറ്റൊരു ചാർട്ടാണ്, വേറൊരു ടേബിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് ഈ ഒരു സൈഡ്, ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന ആക്സിലറേഷനെ കുറിച്ചിട്ടാണ് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് നെഗറ്റീവും ഈ റെഡ് ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവും പറയുന്നത് വെലോസിറ്റിയെ കുറിച്ചിട്ടുമാണ്. ക്ലിയർ ആണല്ലോ? എന്ന് നോക്കിയേ, രണ്ടും പോസിറ്റീവ് വരുമോ നോക്കിയേ, ഈ കോളവും കൂടെ ചേർന്നിട്ടാണ് ഈ കോളം വരുന്നത്. ഇത് അപ്പം ആക്സിലറേഷൻ പോസിറ്റീവ്, വെലോസിറ്റിയും പോസിറ്റീവ്, അതാണ് ഈ കോളം. ക്ലിയർ ആണല്ലോ? അപ്പോൾ കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് മൂവിങ് പോസിറ്റീവ് ഡയറക്ഷൻ. വണ്ടി മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷനിലാണ്, സ്പീഡ് കൂടുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, രണ്ടും പോസിറ്റീവ് വരുവാണെങ്കിൽ സ്പീഡിങ് അപ്പ് ആയിരിക്കും. അപ്പം മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷനിലാണ്, സ്പീഡ് കൂടുകയുമാണ്. അപ്പോൾ ഇത് തീർന്നേ. അടുത്ത രണ്ട് നെഗറ്റീവ് വരുന്ന നോക്കിയേ, ഇത് കണ്ടോ, ഇതും നെഗറ്റീവ്, ഇതും നെഗറ്റീവ്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ ചേർന്ന കോമ്പിനേഷൻ ഈ കോളം അല്ലേ? ഈ നെഗറ്റീവിൻ്റെ നേരെ വരുന്ന ഈ കോളവും ഈ നെഗറ്റീവിൻ്റെ നേരെ വരുന്നത് ഈ സെല്ലുമാണ്. ശരിയാണല്ലോ? അപ്പോൾ ഈ സെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ആക്സിലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു സെല്ല് വരും. അവിടെ എഴുതിയിരിക്കുന്നത് എന്നാ, മൂവിങ് നെഗറ്റീവ് ഡിറക്ഷൻ പക്ഷേ സ്പീഡിങ് അപ്പ് ആണ്. അപ്പം തിരിച്ചാണ് വെഹിക്കിൾ വരുന്നത്, പക്ഷേ സ്പീഡ് കൂടുകയാണ്. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് കോളത്തിലും കണ്ടോ സ്പീഡ് കൂടുകയാണ്, സ്പീഡിങ് അപ്പാണ്. ആ രണ്ട് കേസിലും ആക്സിലറേഷനും വെലോസിറ്റിയും പോസിറ്റീവാണ് ഈ കോളം വരുന്നത്. അതുപോലെ ആക്സിലറേഷനും വെലോസിറ്റിയും നെഗറ്റീവാണ് ഈ കോളം വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സൈൻ സെയിം ആണെങ്കിൽ സ്പീഡിങ് അപ്പാണ് വരുന്നത്. അടുത്തത് ഇവിടെ നോക്കിയേ, വെലോസിറ്റി, ഇവിടുത്തെ കേസിൽ നോക്കിയോ, വെലോസിറ്റി പോസിറ്റീവ്. വെലോസിറ്റി പോസിറ്റീവ്, ഇതാണല്ലോ വെലോസിറ്റിയുടെ അല്ലേ ഇവിടെ പറയുന്നത്. വെലോസിറ്റി പോസിറ്റീവ് പക്ഷേ ആക്സിലറേഷൻ നെഗറ്റീവ്. അപ്പോൾ അതിൻ്റെ സെല്ല് ഇതാണ് ഉണ്ടോ, വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്, ഈ സെല്ലാണ് വരുന്നത്. അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണ് പക്ഷേ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നോക്കിയേ, മൂവിങ് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെലോസിറ്റി പോസിറ്റീവ് വന്നത്. പക്ഷേ അത് സ്ലോ ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. അപ്പം സ്ലോയിങ് ഡൗണിൻ്റെ കേസിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ഇതാണ്, ഏതാണ്, വെലോസിറ്റി നെഗറ്റീവും ആക്സിലറേഷൻ പോസിറ്റീവും. ഇപ്പോൾ നോക്കുമ്പോൾ പറയാം, വെലോസിറ്റി നെഗറ്റീവും ആക്സിലറേഷൻ പോസിറ്റീവും വരും. അവിടെ വെലോസിറ്റി നെഗറ്റീവ് വരുമ്പോൾ ഓർക്കുക, മൂവിങ് ബാക്ക്വേർഡ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ സ്ലോയിങ് ഡൗൺ ആണ്. അതാണ് ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം മറ്റൊരു ടേബിളിൽ വൃത്തിയായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഏകദേശം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആക്സിലറേഷനെ കുറിച്ച് കൂടി ഞാൻ പറഞ്ഞ് നമ്മുടെ ടോപ്പിക്ക് ഏകദേശം തീരാറാവുന്നു. ഇനി ചില ഗ്രാഫുകൾ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ചില ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നിങ്ങൾ NCERTയുടെ ബുക്ക് നോക്കുമ്പോൾ പല ഗ്രാഫുകൾ കാണാം. ഗ്രാഫുകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതിനകത്തൊരു സ്കില്ലാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, വെലോസിറ്റി എന്താ, സ്പീഡ് എന്താ, ആക്സിലറേഷൻ എന്താണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കെല്ലാം വളരെ ക്ലിയർ ആയിരിക്കും. പക്ഷേ ഒരു ഗ്രാഫ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്ന ആ ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഈ ഒരു ചാപ്റ്റർ ഇതുവരെ മനസ്സിലായി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് തന്നെ വിചാരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ എന്നാ, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഗ്രാഫുകളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അപ്പോൾ മനസ്സിലോട്ട് കയറ്റിക്കേ. കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലിങ്ങനെ ഓർക്കുക, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ വണ്ടി വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെലോസിറ്റി, എപ്പോഴും നിങ്ങൾ കാറിലിരിക്കുകയാണ് 60 km/h പോവുകയാണെങ്കിൽ ഇങ്ങനെ 60 km/h കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ യൂണിഫോം വെലോസിറ്റിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. വെലോസിറ്റിക്ക് ചേഞ്ചേ ഇല്ല. കാറിനകത്ത് കയറി 60 km/h തന്നെ അത് മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ശരിയാണല്ലോ? ഇപ്പം നോക്കിയേ, ഈ രണ്ടാമത്തെ ഗ്രാഫ് കണ്ടോ, വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. നോക്കിയേ, y ആക്സിസിൽ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ടൈം. അപ്പോൾ ഇത് എന്ത് ഗ്രാഫാണെന്ന് ആദ്യമേ നോക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫാണ്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഓക്കെ, ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. എന്നാ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി മാറാവോ? വെലോസിറ്റി മാറില്ല. ടൈം മാറിയാലും വെലോസിറ്റി മാറില്ല. അപ്പോൾ നോക്കിയേ, വെലോസിറ്റി മാറിയില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, വെലോസിറ്റിക്ക് മാറ്റമില്ല. ഇപ്പോൾ 50 km ആണ്, ഇത് 50 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഫോർവേഡ് ഡയറക്ഷൻ, ഇത് പോസിറ്റീവ് സൈഡിലല്ല വരച്ചിരിക്കുന്നത്. അപ്പം മുമ്പോട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ അതിങ്ങനെ 50 km/h തന്നെ പോയിക്കൊണ്ടിരിക്കുക. ടൈം മാറിയാലും വെലോസിറ്റിക്ക് മാറ്റമില്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു യൂണിഫോം വെലോസിറ്റി. ഇനി താഴെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിങ്ക് കളറിൽ താഴെ വരച്ചിട്ടുണ്ട്, റോസ് കളറിൽ. അതെങ്ങനെയാണ് പോകുന്നത്? അതും കോൺസ്റ്റൻറ്റ്, ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമില്ല, വെലോസിറ്റി ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകണം. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അത് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വെലോസിറ്റി പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവും വന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്കറിയാം, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എത്രയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. വെലോസിറ്റിയുടെ ചേഞ്ച് പെർ യൂണിറ്റ് ടൈമിനെ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ലെങ്കിൽ ആക്സിലറേഷൻ 0. അപ്പോൾ ഈ രണ്ട് കേസിലും ആക്സിലറേഷൻ 0 ആയിരിക്കും. ആ ലൈനാണ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആക്സിലറേഷൻ 0 എന്നുള്ളതാണ്. അപ്പോൾ ആ പച്ച ലൈൻ ആ റോസിനടിയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഇതേ ലൈനിൽ കൂടെ തന്നെ ടൈം മാറിയാലും ആക്സിലറേഷൻ മാറ്റമൊന്നുമില്ല,
ആക്സിലറേഷൻ 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഓർക്കുക, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ് എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫസ്റ്റ് ഗ്രാഫ് എന്നാ എക്സ് വേഴ്സസ് ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഗ്രാഫിൻ്റെ പേര് ആദ്യമേ മനസ്സിലാക്കിയിട്ട് ഇതിലോട്ട് വരാവുള്ളൂ. ശരിയാണല്ലോ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എങ്ങനെ വരും? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 50 km/h പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ സമയം കഴിയുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഡിസ്റ്റൻസ് മുമ്പോട്ട് ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്റ്റൻസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കി, ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്ന കണ്ടോ, നല്ല യൂണിഫോം ആയിട്ട് ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പച്ച ലൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. കാറ് മുമ്പോട്ട് 50 km/h പൊയ്ക്കൊണ്ടിരിക്കുമ്പം നമ്മളും കൃത്യമായിട്ട് മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കർവ് ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടൊരു നേരെ ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പിൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഓർക്കുക, വെലോസിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവാണിത്. എന്നാൽ ഇവർ രണ്ടാമത്തെ പിങ്ക് ലൈൻ നോക്കുക, ഇത് ഇവിടുന്ന് മേളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. ഏത് ഡയറക്ഷനിലാണ് വരുന്നത് നോക്കി, നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുക, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് വരയ്ക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ രണ്ടാമത്തെ വരയ്ക്കണം. ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ മൂന്നാമത്തെ വരയ്ക്കണം. ഇതൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതും നിങ്ങൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം എനിക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം മെൻഷൻ ചെയ്യാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരിക്കൽ കൂടി ലെക്ചറുകൾ കേട്ട് ബുക്ക് കൃത്യമായിട്ട് വായിച്ച്, ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് വായിച്ച് അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. അടുത്തത് വീണ്ടും കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ വരുന്ന ഗ്രാഫാണ് അടുത്ത് ചോദിച്ചിരുന്നത്. കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ. അപ്പോൾ ഓർക്കുക, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആക്സിലറേഷൻ ഒരു 10 m/s ആണ്. 10 m/s തന്നെ കിട്ടണം എപ്പോഴും. 10 m/s 10 m/s. സമയം മാറിയാലും നോ ചേഞ്ച്, ആക്സിലറേഷൻ വിൽ ബി 10 m/s. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ടൈം അനുസരിച്ച് ആക്സിലറേഷൻ ഇവിടെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. കണ്ടോ, 10 m/s എപ്പോഴും. 10 മീറ്റർ 11 ആവുന്നില്ല, 9 ആവുന്നില്ല, കൂടുന്നുമില്ല കുറയുന്നുമില്ല, എപ്പോഴും 10 m/s തന്നെ നിൽക്കുന്നു. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ സ്ലോപ്പ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരയ്ക്കും. സ്ലോപ്പ് ഇല്ലാതെ 0 സ്ലോപ്പിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പാരലൽ ടു എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അത് പോസിറ്റീവ് ആക്സിലറേഷൻ ഇതും നെഗറ്റീവ് ആക്സിലറേഷൻ ഇതും. ക്ലിയർ ആണല്ലോ. അടുത്തത്, അങ്ങനെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ മീനിങ് എന്നാ? ആക്സിലറേഷൻ 10 m/s ആണെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ എന്നാ? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ 10 ആണെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്ര? 10 ഉണ്ടെന്ന മീനിങ്. അപ്പോൾ ഓരോ സമയം കഴിയുമ്പോഴും വെലോസിറ്റി 10 m/s വെച്ച് മാറുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു കാർ മൂവ് ചെയ്യുന്നത് 50 m/s ആണെങ്കിൽ പിന്നെ അത് 60 ആവുന്നുണ്ട്, 70 ആവുന്നുണ്ട്, 80 ആവുന്നുണ്ട്, 90 ആവുന്നുണ്ട്, 100 ആവുന്നുണ്ട്, അങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണല്ലോ. അപ്പം ഓരോ സമയം കഴിയുമ്പോഴും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും വെലോസിറ്റി എത്ര വെച്ച് മാറുന്നുണ്ട്? 10 വെച്ച് മാറുന്നുണ്ട്. എപ്പോഴും എത്ര വെച്ചാൽ മാറുന്നത്? 10 വെച്ചാൽ മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും എത്ര മാറുന്നുണ്ട്? 10 വെച്ചിട്ട് മാറുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു യൂണിഫോം സ്ലോപ്പ് വന്നിരിക്കുന്നത്. അപ്പം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ യൂണിഫോം ആയിട്ട് മുമ്പോട്ടേക്ക് പോകും. അത് നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരും. ശരിയാണല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കി, ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആക്സിലറേഷൻ ഉണ്ട്. കണ്ടോ, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടും. നമ്മളൊരു കാറിലിരിക്കുമോ, സ്റ്റേബിൾ ആയിട്ടല്ല പോകുന്നത്, വെലോസിറ്റി കൂടുന്നുണ്ട്. ഇപ്പോൾ 10, 20, 30, 40 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുന്നത് നമുക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇനേർഷ്യ ഉണ്ട്. ശരിയാണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നത് ഇങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്നാ? വെലോസിറ്റി പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമുള്ള വെലോസിറ്റി അല്ല പിന്നെ കഴിയുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഒരു ക്വിക്ക് ചേഞ്ച് ആയിരിക്കും വരുന്നത്. പെട്ടെന്ന് അങ്ങ് കയറിപ്പോകും. കാരണം വെലോസിറ്റി ഓരോ സമയത്തും കോൺസ്റ്റൻ്റ് അല്ല. ഇത് ഗ്രാജുവലായിട്ട് പയ്യെ കയറിപ്പോകാനായിട്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. വെലോസിറ്റി പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. യൂണിഫോം ആയിട്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിന് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. ഒരു ക്വിക്ക് ചേഞ്ച് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിന് വരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാ വരയ്ക്കേണ്ടത്. ഒരിക്കൽ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ആ ഒരു ചിന്ത പെട്ടെന്ന് വരണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനെ ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കുക. അപ്പം കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഓർത്തോണം വെലോസിറ്റി എങ്ങനെയാണ് ഓരോ ഇതനുസരിച്ച് യൂണിഫോം ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി ചേഞ്ച് ഉണ്ട്.
വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്. അന്നേരം വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ചേഞ്ച് ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഇത് വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി വരുന്ന, കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, കോൺസ്റ്റന്റ് വെലോസിറ്റി വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അടുത്തത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ദ കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രാഫ് ഓർ ഗ്രാഫ്സ്. ഞാൻ 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അവിടെ കോൺസ്റ്റന്റ് വെലോസിറ്റി ഉള്ള ഗ്രാഫ് ചൂസ് ചെയ്യുക. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓർത്തണം, വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതിനകത്തുണ്ടോ നോക്കിയേ, ഉണ്ട്, 2 ഉണ്ട്. ഇവിടെയും വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ഇവിടെയും വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്. ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടോ? ഉണ്ട്. ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി താഴോട്ടാണ് വരുന്നത്, കുറഞ്ഞുകൊണ്ടായിരിക്കും. സോ അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രാഫ് അല്ല. അത് വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഗ്രാഫ് എന്ന് പറയാം. ഇവിടെ നോക്കിയേ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ ടൈം മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി എങ്ങനെയാണ് വന്നിരിക്കുന്നത്? കോൺസ്റ്റൻ്റാണ്. സോ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫായത്. ഇതൊരു ഗ്രാഫ് ശരിയാണ്. മറ്റൊരു ഗ്രാഫ് കൂടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. അത് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല, ഇതിൻ്റെ സാധനം മാറിപ്പോയി. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ? ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് നല്ല യൂണിഫോം ആയിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് നല്ല കോൺസ്റ്റന്റ് സ്ലോപ്പിൽ ടൈം എത്ര മാറുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് മാറും. അപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേസ്മെന്റ് മാറുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെലോസിറ്റി എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയാണ്. നമ്മൾ മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഇത് കണ്ടോ, കോൺസ്റ്റന്റ് വെലോസിറ്റി വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാറുന്നത് എങ്ങനെ? ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പിലായിരിക്കും മാറുന്നത്. ആ സെയിം ഗ്രാഫ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇതും ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെന്നേ ഉള്ളൂ, പക്ഷേ എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി. ഇത് ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫുമാണ്. രണ്ടും പറയുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയെ കുറിച്ചാണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയും കുറച്ച് ഗ്രാഫുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. NCERT പല ഗ്രാഫുകൾ കാണിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പഠിക്കണം. ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെട്ടെന്ന് കാണുമ്പോൾ സർഫസിൽ കൂടെ വളരെ എളുപ്പമാണെന്ന് തോന്നിയാൽ പോലും നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അടുത്തൊരു സെഷനിൽ ഇതിൻ്റെ ഒരു അല്പം കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം അതുവരെ അടുത്തൊരു ലെക്ചർ കാണുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഈ വെലോസിറ്റിയും ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഒക്കെ എന്താണെന്നുള്ള പ്രോപ്പർ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കുക. അതുവരെയുള്ള NCERT ബുക്ക് കൃത്യമായിട്ട് വായിച്ച് ഐഡിയ ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുക. ഇപ്പം ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ നമ്മളിപ്പോഴാണ് ഫിസിക്സ് ഒന്ന് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ഇതിനു മുമ്പും ആർക്കെങ്കിലുമൊക്കെ ഫിസിക്സിൽ സംശയമുള്ളവരുണ്ടെങ്കിൽ ഇനി പഠിച്ചാലും മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഒരു ലാഗ് കാണിക്കരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു ദിവസം പുസ്തകം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒന്നും കാണാതെ പഠിക്കേണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലെക്ചറിൽ ഉടനെ തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണ്. താങ്ക് യു.